ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞു? ഇന്ന് കുഞ്ഞുൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കുഞ്ഞുൻ്റെ വീഡിയോ പറ്റുന്നു, കുറച്ച് എൻ്റെ വീഡിയോ പറ്റുന്നു. എല്ലാവരും കൂടിയിട്ട് രാവിലത്തെ റൊട്ടീനാണ്, കാലത്ത് മോർണിംഗ് റൊട്ടീനാണ് ഇന്നത്തെ വീഡിയോ. നോക്ക്, കുഞ്ഞുവിനെ കാണാൻ എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? സുന്ദരി അതിനെ കണ്ടു, കൊമ്പൊക്കെ വെച്ചിട്ട്. അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം അല്ലേ? കുഞ്ഞു നിവർത്തിയിട്ടതിൽ എല്ലാവരും കാണും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മുഴുവനായിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. കുഞ്ഞുവിൻ്റെ ഡേ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ കണ്ടാലാണ് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഓരോന്നും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. മറ്റത് നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോയിലേക്ക് പോവാം. ഇത് മോർണിംഗ് റൂട്ടീൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് നേരം ഒരു 11 മണി വരെ 10:30 മണി വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ആദ്യം നേരെ നീച്ചു പള്ളി തേച്ചു, ഒരു നേരം അടുക്കളയിൽ കയറി അടുക്കളയ്ക്ക് നേരെ വണ്ണം തുടച്ചിട്ട് നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യാറുള്ളൂ. വൈകുന്നേരം തുടച്ചിടാറുണ്ട്, എന്നാലും പൊടി ഉണ്ടാവും. പിന്നെ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ നേരെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ഗ്ലാസ് എടുക്കും, ഏകദേശം ഒറ്റ ഗ്ലാസ് പൊടി എടുത്ത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 ഗ്ലാസ് പൊടി എടുത്ത് അതാണ് കാണുന്നത് കേട്ടോ. നാഴിയാണ് കാണാനില്ല, അപ്പോൾ ഞാൻ ഗ്ലാസ് അടിച്ചു. ശരിക്കും നാഴി എടുക്കേണ്ടത്, അതവിടെ കാണില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഗ്ലാസ്സിലാണ് ഇങ്ങനെ കറക്റ്റ് അളവിൽ പൊടി എടുത്ത് അത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല മയത്തിനും നല്ല ടേസ്റ്റും കിട്ടാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ അടിപൊളിയാവില്ലേ. പിന്നെ കുറച്ച് തിളച്ച ചൂടുള്ള ഉപ്പിട്ടിട്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ചപ്പാത്തിക്ക് നല്ല കുഴച്ചാലാണ് എന്താ പറയുക, ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവുള്ളൂ. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് ഞാൻ നന്നായിട്ട് ചപ്പാത്തി കുഴയ്ക്കുക. ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ചാൽ നന്നായി കുഴച്ചാലാണ് ചപ്പാത്തി റൗണ്ടിലായി വരുള്ളൂ. കണ്ടില്ലേ, എൻ്റെ ചപ്പാത്തി നന്നായിട്ട് റൗണ്ടിലായി വന്നു. ഇനി ഇത് പരത്തി ചൂടണം. പരത്തി കഴിഞ്ഞ് ഇനി ചൂടണം. ചുട്ടിട്ട് കടലക്കറിയാണ് ചപ്പാത്തിയുടെ കൂടെ. അത് കഴിഞ്ഞ് മിച്ചം അടിച്ചോരെയാണ്, നിറച്ചും കുപ്പയാണ് മിറ്റത്ത്. കാരണം ഇന്നലെ നന്നായി മഴ പെയ്തുകൊണ്ട് ഉള്ള കാറ്റും മഴയും കൊണ്ട് നിറച്ചും കുപ്പയാണ്. ഇതൊന്നല്ല കുപ്പ. അപ്പോൾ കുപ്പ നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം അടിച്ചോരി തുടയ്ക്കാൻ പോവാണ്. ഇന്നലെ നിറച്ചും കാറ്റും മഴയായതുകൊണ്ട് നിറച്ചും കൂടി ഉള്ളിലേക്ക് വന്നു. ഇന്നലെ അടിച്ചോരി തുടച്ചു, എന്നാലും അതിൻ്റെ പൊടി അവിടെയും പൊടിയൊക്കെ ഉണ്ട്. വേനൽക്കാലമായതുകൊണ്ട് നിറച്ചും പൊടി, എവിടെ നോക്കിയാലും പൊടി മാറാല്ലേ. അപ്പോൾ അടിച്ചോരിയൊക്കെ മടുക്കുന്നു. അങ്ങനെ അടിച്ചോരി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളിൽ അടിച്ചോരിയാണ്. ഉള്ളിൽ കണ്ടില്ലേ, കുട്ടികളുള്ള വീട്ടിൽ പറയുന്നുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ കളിപ്പാട്ടം ഉണ്ടൊക്കെ. അപ്പോൾ ഉള്ളിലും തേമാതിരി നിറച്ചും രാത്രിയും കാറ്റ് വീശിട്ട് നിറച്ചും പൊടിയാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഓരോ ഉപ്പും മൂളി അടിച്ചു വരി വൃത്തിയാക്കണം. എനിക്കടുത്ത് നല്ല ഡസ്റ്റ് അലർജി. പൊടി അടുത്ത് കൂടെ പോകുമ്പോഴേക്കും ഞാൻ തുമ്പാൻ തുടങ്ങും. അതുകൊണ്ട് ഓരോ മുക്കും മൊരി എടുത്ത് അടിച്ചു വരികയാണ്. ഇന്നലെ ഇവിടെ അടിച്ചെടുത്ത് തുടച്ചതാണ്. വൈകുന്നേരം കാറ്റും മഴയും ഇതായിട്ട് കഴിഞ്ഞാലും ഒന്നുകൂടി അടിച്ചു തുടയ്ക്കുക രാവിലെ. എനിക്ക് രാവിലെ അടിച്ചൊരു തുടച്ചില്ലെങ്കിൽ എനിക്കൊരു ഉഷാർ കമ്മിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പം രാവിലെ അടിച്ചൊരു തുടയ്ക്കും, ഓരോ മുക്കും മൂലം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് പൊടി പൊതുവെ അലർജി ആവുന്നത്. അടിക്കുക, തുടയ്ക്കുക, വൃത്തിയാക്കുക. പിന്നെ എന്നെ മാതിരി തുടയ്ക്കണ പ്രാന്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് എപ്പോഴും നിലം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കുട്ടികളുള്ള വീട്ടിൽ പറയുന്നതല്ല, എനിക്ക് അങ്ങനെ കണ്ടാൽ വേഗം ദേഷ്യം വരും. എൻ്റെ കുട്ടികൾ നല്ല ചീത്ത പറയും. അപ്പം അങ്ങനെ അടുക്കൽ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്ക് കുഞ്ഞു നീച്ചു. അപ്പോൾ അവൾക്ക് പല്ല് തേച്ച് കൊടുക്കുകയാണ്. അവൾക്ക് സ്വയം പല്ല് തേക്കാനൊക്കെ അറിയും. എന്നാൽ ഇടയ്ക്ക് ഓരോ കുറുമ്പാണ്, ഞാൻ പല്ല് തേച്ചാലേ പല്ല് തേക്കുള്ളൂ. അപ്പം അങ്ങനെ അവളെ പല്ല് തേപ്പിക്കുന്ന ഇതാണല്ലോ. അവൾ പല്ല് തേച്ചാൽ നല്ല വൃത്തിയാവില്ല. അപ്പം ഞാൻ സൈഡും മുകളിലൊക്കെ പാടെ തേച്ച് പല്ല് നന്നായിട്ട് തേപ്പിക്കുകയാണ്. എന്നിട്ട് ആളുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ പല്ല് തേച്ച് കുളിച്ചിട്ടായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ, അല്ലാതെ ഭക്ഷണം കഴിക്കുകയൊന്നുമില്ല. അപ്പം ഇടയ്ക്ക് വാശി പിടിച്ചതിൻ്റെ പിന്നാലെ ഇടയ്ക്ക് അമ്മയോ അമ്മ ആണെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ പല്ല് തേപ്പിച്ചു, ഉരുക്കൊഴിച്ചു. അവൾക്ക് ഈ ഉരുക്കൊഴിയുടെ ശീലമൊന്നും ഇടയ്ക്കില്ല. അപ്പം അങ്ങനെ പല്ല് തേക്കും. പിന്നെ നാവടിക്കുമ്പോൾ നാവ് ഉള്ളിലേക്ക് വിളിക്കും. അങ്ങനെയൊക്കെ ഒരു ശീലമാണ്. അപ്പം അതുകൊണ്ട് തൊണ്ടയിലൊക്കെ ഇടയ്ക്ക് മുറിയാവുള്ളൂ പറഞ്ഞിട്ട് ഞാൻ ചീത്തയൊക്കെ പറയുള്ളൂ. എന്നാലും പണ്ടത്തെ സ്വഭാവം തന്നെ, നാവ് പുറത്തേക്കില്ല. അത്ര ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. കുഞ്ഞു കുട്ടികളല്ലേ, ആകെ 4 വയസ്സായിട്ടേ ഉള്ളൂ. അങ്ങനെ മൊക്കെ തുടച്ചു കൊടുത്ത് വൃത്തിയാക്കി. അപ്പോൾ അവളിനോട് ചോദിക്കുന്നുണ്ട്, അമ്മ വീഡിയോ എടുക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. ആ സ്റ്റാൻഡോടെ കണ്ടിട്ട്. അപ്പം ഞാൻ ആ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ആൾ ശരിയായി. അപ്പോൾ എൻ്റെ പിന്നാലെ വരികയാണ്. അത് കഴിഞ്ഞിട്ടാണ് കുളിക്കണം പറഞ്ഞപ്പോൾ നല്ല വെളിച്ചെണ്ണ തലയിലൊക്കെ തേച്ച് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി. തലയിൽ എണ്ണ വെച്ച് കൊടുക്കണം, മേത്ത് എണ്ണ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം എന്നും മേത്ത് എണ്ണ വെച്ച് കൊടുത്തിട്ടില്ല. എന്നും ഞാൻ തലയിൽ മേലെ എണ്ണ വയ്ക്കുന്നു. ശരീരം നന്നായിട്ട് മുകളിലെ കുട്ടികളുടെ ശരീരം വലിയവരുടെ പണിഞ്ഞിട്ട് കൈയും കാലൊക്കെ പറയില്ല. പിന്നെ കുട്ടികളുടെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് 2 ഭാഗത്തേക്ക് മുടി കെട്ടണം പറഞ്ഞ് മുടി കെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് ഇട്ടത്. ഞങ്ങൾക്ക് 2 ഭാഗത്തേക്ക് മുടി കെട്ടാറായിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. 2 ഭാഗത്തേക്ക് കെട്ടിക്കൊടുത്ത് നല്ല ഇഷ്ടമാണ്. വാവൂട്ടൻ എന്നൊക്കെ പറയാറില്ലേ, അതേമാതിരി. പിന്നെ കണ്ണും പൊട്ടൊക്കെ ശരിയായി. പിന്നെ അത് കണ്ണും പൊട്ടൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് പൊട്ടിട്ട് അതൊക്കെ പൊതുവല്ലേ പെൺകുട്ടികൾക്കുള്ള മാതിരി അത് നമ്മൾ ശരിയാക്കി കൊടുക്കണം. ഒക്കെ എന്നുള്ള പരിപാടിയാണ്. കണ്ണും പൊട്ടൊക്കെ എഴുതി 2 ഭാഗത്തേക്ക് മുടി കെട്ടാനുള്ള മുടിയൊന്നും ഇല്ല. എന്നാലും വാശി. അത് കഴിഞ്ഞുള്ള ഫാഷൻ ഷോ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ചപ്പാത്തി കടലക്കറിയും കഴിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ചപ്പാത്തി പൊട്ടിച്ച് കൊടുക്കണം. എന്നാലവൾ വേഗം കഴിക്കുക, അല്ലെങ്കിൽ മെല്ലെ കഴിക്കുക. അപ്പോൾ അങ്ങനെ കാസർഗോഡിൽ ചപ്പാത്തി പൊട്ടിച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ കടലക്കറി ഇട്ടിട്ട് അവൾ സ്വയം കഴിക്കും. ചിലപ്പോഴാണ് ഞാൻ വാരി കൊടുക്കില്ല. അവളുടെ കൂടെ ഞാൻ ഇരുന്നൊറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, ആരെങ്കിലും കൂടെ ഇരിക്കണം. അപ്പം ഞാനും കൂടെ ഇരുന്ന് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് ഒത്തിരി കണ്ടിട്ടാണ് അവൾ കഴിക്കുന്നത്. അതുകൊണ്ട് അവളുടെ മെല്ലെ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് കൂട്ടൻ ഓലന. അപ്പോൾ കുമ്പൻ്റെ കഷ്ണമൊക്കെ നുറുക്കി വയ്ക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേ പാത്രമൊക്കെ കഴുകാണ്ട്, പിന്നെ ചപ്പാത്തിക്ക് പരത്തി കല്ല് കഴുകാണ്ട്, അങ്ങനെയൊക്കെ കഴുകി വയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുപ്പിയുണ്ട്, അച്ചാറിടാൻ വേണ്ടിയിട്ട് അച്ചാറിടാൻ. അപ്പോൾ കുപ്പി കഴുകി വെച്ചാൽ കഴിഞ്ഞ് സിങ്കൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വയ്ക്കില്ല. സിങ്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കില്ലെങ്കിൽ നിറച്ചും വലിച്ച് കൊടുത്തിട്ട് സിങ്ക് വേറെ രൂപത്തിലാണ്. അപ്പം ഞാൻ പാത്രം കഴുകുമ്പോൾ തന്നെ സിങ്കും കഴുകി വെക്കാറുണ്ട്. സിങ്ക് കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ടാണ് കുറേ തിരുമ്പാണ്ട്. ഇന്നലെ വൈകുന്നേരം തിരുമ്പിയിട്ടില്ല, കാരണം ഇടിമഴയായതുകൊണ്ട് ഇന്ന് തിരുമ്പിയിടാണ്. അപ്പം ഇന്നലത്തെ വിട്ടതൊക്കെ തിരുമ്പിയിടാണ്. അത് തിരുമ്പിയിടാണ്. പിന്നെ വെള്ളം കമ്മിയായിരുന്നു. അപ്പോൾ അതിന് മൊത്തമൊക്കെ അടിച്ചു. വെള്ളത്തിൻ്റെ സ്പീഡ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഓരോന്ന് ഇട്ടിട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സാണ് അത്. കുഞ്ഞിത് 2 ജോഡി നേരം ഇട്ടിരുന്നു. വെള്ളം പോയിട്ട് ഇത് മാറ്റി പിന്നെ അടുത്ത ജോഡി ഡ്രസ്സ് ഇട്ടാൽ പണി ഉണ്ടാക്കി തരികയാണ് അവിടെ മെയിൻ പണി. അത് കഴിഞ്ഞ് ഇതൊക്കെ തോരട്ടു. ഇത് ഞങ്ങളുടെ ചായപ്പാണ്. നല്ല വെയിലിട്ടാലേ ഡ്രസ്സൊക്കെ ആകെ നരച്ച് കുമ്പാങ്ങിയാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ചായപ്പിലുള്ള ഡ്രസ്സാണ് ഇതൊക്കെ. ഇതതിന് മുന്നിട്ട് തോരട്ടതാട്ടോ, വേറെ എന്തൊക്കെ തുണികളാണ് അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഓരോന്ന് തോരട്ട് ഞാൻ ഇനി കുളിക്കാൻ പോവുകയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റൂമിൽ വെച്ചിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. കുളി കഴിഞ്ഞ് തല തോർത്തില്ല. എനിക്ക് നീർക്കെട്ടുണ്ട്. അപ്പം നേരെ തല തോർത്തണം. എന്നാലും എണ്ണയൊക്കെ തേച്ച് കുളിച്ചാലാണ് എനിക്ക് തലയ്ക്കൊരു സ്വസ്ഥതയുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ തലയിൽ നേരെ തോർത്തിയില്ലെങ്കിൽ നീരിറക്കവും ജലദോഷവും പനിയൊക്കെ വരും. അപ്പം തലയിൽ നല്ല കളഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെയും പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യും. പിന്നെ ഒരു വീഡിയോ